13 തുടങ്ങി 19 ജയഭാരതിക്ക് സിനിമകളുടെ എണ്ണം 100. ജയഭാരതി 22 വർഷങ്ങളായി മലയാള സിനിമയിലില്ല എന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകും കാലത്തിന്റെ വേഗത. മോഹൻലാൽ ചിത്രം ഒന്നാമനിലാണ് ജയഭാരതി ഏറ്റവും ഒടുവിൽ വേഷമിട്ടത്. ഇതിനിടെ സീരിയൽ രംഗത്തും ജയഭാരതി എന്ന മുതിർന്ന താരം അമ്മയും ഭാര്യയുമായി നിറഞ്ഞു. ജയന്റെ മുറപ്പെണ്ണാണ് ജയഭാരതി എന്ന് മലയാള സിനിമാ ലോകത്ത് അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ ബന്ധമാണ്. ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ ക്ഷണിക്കപ്പെടുന്ന ചിറയൻ കീഴിലെ പെണ്ണിന്റെ മുഖത്ത് പൊട്ടിവിരിയുന്ന അമ്പരപ്പും പ്രതീക്ഷയും നാണവും പ്രണയവും കനകം മൂലം കാമിനി മൂലം ദുഃഖം എന്ന തത്വജ്ഞാനം കേട്ട് നീരുറവ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ, സന്ധികൾ ചാലിച്ച സിന്ദൂരം, ചാർത്താൻ സായന്തന പുഷ്പം പോലെ വിരിഞ്ഞ അംഗലാവണ്യവും വശ്യതയും ഇത്രയുമെല്ലാം നിറഞ്ഞത് ഒരാളിലാണ്, മലയാളികളുടെ ഒരേയൊരു ഭാരതിയിൽ. ആദ്യ സിനിമയിൽ മുഖം കാണിക്കുമ്പോൾ എല്ലാ പല്ലും വന്നോ എന്ന സിനിമാ സെറ്റിലുള്ളവർ കമന്റ് ചെയ്ത 13-കാരി പെൺകുട്ടിക്ക് ഇന്ന് ഈറോഡ് റിത സ്കൂളിലെ 7ാം ക്ലാസ്സുകാരി കുട്ടി ശശികുമാറിന്റെ പെൺമക്കളിൽ ആദ്യമായി അഭിനയിച്ചു. പല്ലടർന്നു വീണിരുന്ന തീരെ ചെറിയ കുട്ടിയെ സിനിമ കഴിഞ്ഞതും പ്രേം നസീർ ഉൾപ്പെടെയുള്ളവർ ഈ റോഡിലേക്ക് മടക്കി അയച്ചെങ്കിലും ജയഭാരതി എത്തേണ്ടിടത്ത് വീണ്ടും എത്തി. പെൺകുട്ടികൾ സിനിമാ പോസ്റ്ററുകൾ വാങ്ങാൻ കോളാമ്പി കെട്ടിയ വണ്ടിയുടെ പിന്നാലെ ഓടിയാൽ ചൂരൽ കൊണ്ട് തൊലി പൊട്ടും വരെ അടികൊണ്ടിരുന്ന പെണ്ണുങ്ങൾ സിനിമയിൽ അഭിനയിക്കേ എന്ന് നെറ്റി ചുളിച്ച കുടുംബങ്ങൾ നിറഞ്ഞ സമൂഹത്തിൽ നിന്നും മലയാള സിനിമയുടെ റാണിമാരായ ഷീല, ശാരദ, ജയഭാരതിമാർ അക്കാലത്തെ ആക്ടിവിസ്റ്റുകൾ എന്ന് വിളിക്കപ്പെടാതെ പോയി. കൊല്ലത്ത് വേരുകളുള്ള കുടുംബത്തിലെ ശിവശങ്കരൻ പിള്ളയുടെയും ശാരദയുടെയും മകൾ തമിഴകത്തു നിന്നും കേരളത്തിലെ കോടാമ്പക്കത്തേക്ക് വന്നു ചേരുമ്പോൾ മലയാള ഭാഷ തെല്ലും വഴങ്ങിയിരുന്നില്ല. പി ഭാസ്കരന്റെയും സേതുമാധവന്റെയും ശ്രമഫലത്താൽ മലയാളത്തെ ജയഭാരതി മയപ്പെടുത്തിയെടുത്തു. ജയഭാരതിക്ക് സിനിമയിൽ ആദ്യകാലങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ തുറന്നു നൽകിയതും ഭാസ്കരൻ മാഷായിരുന്നു. അദ്ദേഹത്തിന്റെ കാട്ടുകുരങ്ങിൽ ജയഭാരതി ആദ്യമായി നായികയായി. നല്ലൊരു നർത്തകി കൂടിയായ ജയഭാരതി സിനിമാ തിരക്കുകളിൽ നിന്നും അകന്നു നിന്നത് നൃത്തത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാനായിരുന്നു. 2018 കേരളം പ്രളയക്കെടുതിയിൽ ഉലഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ചേംബറിലേക്ക് ഓടിയെത്തി 10 ലക്ഷം രൂപ സംഭാവന ചെയ്യാൻ ജയഭാരതി മറന്നില്ല. മലയാളത്തിന്റെ പ്രിയ നായിക ജയഭാരതിക്ക് 70ാം പിറന്നാൾ. 60കളിൽ തുടങ്ങി 80കളുടെ തുടക്കം വരെ മലയാള സിനിമയിൽ നായികാ സങ്കല്പത്തിന്റെ പൂർണ്ണതയായിരുന്നു ജയഭാരതി. 13ാം വയസ്സിൽ സിനിമയിലേക്ക് ചൂടുവെച്ച താരം വിവിധ ഭാഷകളിലായി 400ഓളം സിനിമകളാണ് ചെയ്തത്. 36 വർഷം നീണ്ടു നിൽക്കുന്ന കരിയറിൽ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലാണ് വേഷമിട്ടത്. മികച്ച നടിക്കുള്ള ഒരു ദേശീയ അവാർഡും 2 സംസ്ഥാന അവാർഡും ജയഭാരതി സ്വന്തമാക്കി. താരറാണിയുടെ പ്രധാനപ്പെട്ട 5 ചിത്രങ്ങൾ ഇതാണ്. കാട്ടുകുരങ്ങ് 1969 റിലീസ് ചെയ്ത കാട്ടുകുരങ്ങാണ് ജയഭാരതിയെ ശ്രദ്ധേയമാക്കുന്നത്. സത്യനും ശാരദയും പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ അമ്പിളി എന്ന കഥാപാത്രത്തെയാണ് ജയഭാരതി അവതരിപ്പിച്ചത്. പി ഭാസ്കരനാണ് ചിത്രം സംവിധാനം ചെയ്തത്. മറുപക്കം കെ സേതുമാധവൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രം 1991 റിലീസ് ചെയ്തത്. ഉച്ചിവെയിൽ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രം. ചിത്രത്തിലെ കഥാപാത്രം ജയഭാരതിക്ക് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. കൂടാതെ മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും നേടി. മാധവി 1973 റിലീസ് ചെയ്ത ചിത്രം തോപ്പിൽ ബാസിയാണ് സംവിധാനം ചെയ്തത്. മധുവാണ് ചിത്രത്തിലെ നായകനായി എത്തിയത്. ഈ സിനിമയിലെ പ്രകടനത്തിന് താരത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചു. 1972 മികച്ച നടിയായി തിരഞ്ഞെടുത്തത് ജയഭാരതിയായിരുന്നു. രതി നിർവേദം മലയാള സിനിമാ പ്രേമികളെ ഒന്നടങ്കം ആവേശത്തിലാക്കിയ ചിത്രമാണ് രതി നിർവേദം. കൗമാരക്കാരൻ തന്നേക്കാൾ പ്രായമുള്ള സ്ത്രീയെ പ്രണയിക്കുന്നതാണ് കഥ. ഇറോട്ടിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം ഭരതനാണ് സംവിധാനം ചെയ്തത്. രതി നിർവേദം കേരള ബോക്സ് ഓഫീസിൽ പുത്തൻ റെക്കോർഡുകൾ തീർത്തു. ചിത്രം പിന്നീട് TK രാജീവ് കുമാർ റീമേക്ക് ചെയ്തിരുന്നു. നെല്ല് എന്ന ചിത്രം 1974 രാമു കാര്യാട്ട് സംവിധാനം ചെയ്ത ചിത്രമാണ്. പി വത്സലയുടെ നെല്ല് എന്ന പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയായിരുന്നു ചിത്രം ഒരുക്കിയത്. പ്രേം നസീറാണ് ചിത്രത്തിലെ നായകനായി എത്തിയത്. KG ജോർജ് ആണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയത്. നിരവധി പുരസ്കാരങ്ങളാണ് ചിത്രം നേടിയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും മലയാളി ഒരേപോലെ സ്വപ്നം കണ്ട അഴകിന്റെ താരറാണിയാണ് ജയഭാരതി. യൗവനം വന്ന് നാൾതോറും ചെറുതായ ആ ചെറുപ്പത്തിന് 70 വയസ്സാണ്.
മലയാള സിനിമയുടെ ഒരു കാലത്തിന് തന്റെ പേരും ചേർത്ത് ജയഭേരി മുഴക്കിയ താരം. മലയാളിയുടെ സൗന്ദര്യ സങ്കല്പത്തിന് ജയഭാരതി ഇന്നും നിറ സുന്ദരിയാണ്. കൊല്ലം തേവള്ളി ഓലയിൽ തുമ്പുവടക്കേൽ PG ശിവശങ്കരപിള്ളയുടെയും ശാരദയുടെയും മകളായി 1954 ജൂൺ 28 ജനിച്ച ജയഭാരതി മാതാപിതാക്കൾ വേർപിരിഞ്ഞതോടെ തമിഴ്നാട്ടിലെത്തി. നൃത്തത്തിന്റെ മികവിൽ സിനിമയിലേക്ക്. ശശികുമാറിന്റെ സിനിമയായ പെൺമക്കളിൽ അഭിനയിക്കുമ്പോൾ പ്രായം 13 വയസ്സും 8 മാസവും. ലക്ഷ്മി ഭാരതി എന്ന പേരിൽ നിന്ന് ജയഭാരതി എന്ന പേര് മാറ്റും. ഷീലയും ശാരദയും ഒക്കെയുള്ള ആദ്യ സിനിമയിൽ കുടുംബത്തിലെ 7 മക്കളിൽ 6ാമത്തെ ആളായും വേഷം. P. ഭാസ്കരന്റെ കാട്ടുകുരങ്ങ് ജയഭാരതിയെ താരമാക്കി. ശാരദയും ഷീലയും കയറിയിരുന്ന നായികാ സിംഹാസനത്തിലേക്ക് ഏത് വേഷത്തിലും അനുരൂപയായ നായികയായി ജയഭാരതി കയറിയിരുന്നു. 19ാമത്തെ വയസ്സിൽ ജയഭാരതി സിനിമയിലെ സെഞ്ചുറി പൂർത്തിയാക്കി. 5 വർഷം കൊണ്ട് 100 സിനിമ. സിനിമയുടെ തിരക്കിൽ പാഞ്ഞുപോയ 15-25 പ്രായം ചെന്നൈയിലെ വീട്ടിലിരുന്ന് മനസ്സിൽ റീവൈൻഡ് ചെയ്ത് കാണുകയാണിപ്പോൾ ജയഭാരതി. അന്നൊക്കെ നായികമാർ സെറ്റിൽ സ്വന്തം കസേരയുമായാണ് വന്നിരുന്നത്. ജയഭാരതിക്ക് കസേരയില്ലായിരുന്നു. 100ാം സിനിമയുടെ സെറ്റിൽ ഒപ്പം ജോലി ചെയ്തവർ ഒരു കസേര വാങ്ങി നൽകിയാണ് ആഘോഷിച്ചത്. സംവിധായകൻ പത്മരാജന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ചിരിക്കുമ്പോഴും കരയുമ്പോഴും വായി പൊത്താത്ത നടിയാണ് ജയഭാരതി. സ്ക്രീനിൽ നിന്നുരുകാനും കത്തിജ്വലിക്കാനും ജയഭാരതിക്ക് വേണ്ടത് ക്ഷണനേരം. ആദ്യമൊന്നും മലയാളം വഴങ്ങിയിരുന്നില്ല. ഭാസ്കരൻ മാഷും സേതുമാധവൻ സാറുമൊക്കെ ക്ഷമയോടെ എന്നെ മലയാളം പഠിപ്പിച്ചു. എല്ലാ സിനിമകളിലും ഞാൻ തന്നെയാണ് ഡബ്ബ് ചെയ്തത്. മലയാളത്തോടും മലയാളികളോടും എത്ര പറഞ്ഞാലും തീരാത്ത നന്ദിയുണ്ടെന്നാണ് ജയഭാരതി പറയുന്നത്. ഗുരുവായൂർ കേശവനിലെ ഇന്ദ്രനിക്ക് പൊട്ടുകുത്താൻ, തച്ചോളി മരുമകൻ ചന്തുവിലെ വടക്കിനിത്തളത്തിലെ വളർത്തുതത്തെ, മനസ്സും പുരികവും തുടിച്ചു തുള്ളി ജയഭാരതി അഭിനയിച്ച് ലയിപ്പിച്ച ഗാനങ്ങളാണ് ഇവ. 2002 ഇറങ്ങിയ മോഹൻലാൽ ചിത്രം ഒന്നാമനിലാണ് ജയഭാരതി ഒടുവിൽ അഭിനയിച്ചത്. ഇനിയൊരു സിനിമയിലും അഭിനയിക്കില്ല എന്ന് ജയഭാരതി പറയുന്നില്ല. കാരണം സിനിമയോട് നോ പറയാൻ ജയഭാരതിക്കാവില്ല. ജയഭാരതിയെ കാണാതിരിക്കാൻ മലയാളിക്കും. ജയഭാരതി തിരശീലയിലെത്തിയാൽ ഒരാർപ്പാണ്. അക്കാലത്തെ ആണുങ്ങളുടെ ഹൃദയമടിപ്പായിരുന്നു ഈ നായിക. സൂപ്പർ താരങ്ങളുടെ ലിസ്റ്റിൽ എല്ലാ കാലത്തും നിറഞ്ഞു നിന്ന നടിയാണ് ജയഭാരതി. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലെ നായികയായിരുന്നു ജയഭാരതി. രതി നിർവേദത്തിലെ രതി എന്ന് തുടങ്ങി ഇന്നും മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടി ഇപ്പോഴും അഭിനയത്തിൽ സജീവമാണ്. കഴിഞ്ഞ കുറെ കാലമായി മലയാള സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണെങ്കിലും ജയഭാരതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വാർത്തകളിൽ നിറയാറുണ്ട്. ഇന്നിതാ 70ാം ജന്മദിനം ആഘോഷിക്കുകയാണ് ഈ താരം. സോഷ്യൽ മീഡിയ പേജുകളിൽ നിറയെ ജയഭാരതി എന്ന നടിയെക്കുറിച്ചുള്ള എഴുത്തുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കൂട്ടത്തിൽ അന്തരിച്ച സംവിധായകൻ പത്മരാജന്റെ മകൻ അനന്ത പത്മനാഭൻ എഴുതിയ കുറിപ്പും വൈറലാകുകയാണ്. അച്ഛന്റെ നായികയെ അഭിനയിച്ച താരസുന്ദരിയെ നേരിൽ കണ്ടതിനെക്കുറിച്ച് സിനിമയിൽ മാത്രമല്ല യഥാർത്ഥ ജീവിതത്തിലും അവരൊരു നായിക തന്നെയായിരുന്നുവെന്നും താരം പറയുന്നു. ഇതാ ഇവിടെ വരെയിലെ അമ്മിണി, രതി നിർവേദത്തിലെ രതി, വാടകയ്ക്ക് ഒരു ഹൃദയത്തിലെ അശ്വതി, ഇതൊക്കെ മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് വാങ്ങിക്കൊടുത്ത ചിത്രങ്ങളാണ്. 1969 ജയഭാരതി ആദ്യമായി നായികയെ അഭിനയിക്കുന്നത്. അവിടെ നിന്നിങ്ങോട്ട് മലയാള സിനിമയിലെ നിരവധി ഹിറ്റ് കഥാപാത്രങ്ങൾ നടിക്ക് ലഭിച്ചു. പ്രേം നസീർ, മധു, വിൻസെന്റ്, സോമൻ, കമൽഹാസൻ, രജനീകാന്ത് എന്നിങ്ങനെ സൂപ്പർ താരങ്ങളുടെയൊക്കെ നായികയായി തിളങ്ങി നിന്നു. ഇതിനിടെയാണ് പ്രമുഖ നടനായ സത്താറുമായി ജയഭാരതി പ്രണയത്തിലാവുന്നത്. ഇരുവരും വിവാഹിതരാകുകയും ചെയ്തു. എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് ജയഭാരതി സത്താറുമായി വേർപിരിയുകയായിരുന്നു. സത്താറിന്റെ മരണസമയത്ത് ഒരു ഭാര്യയുടേതായ കടമകളൊക്കെ നിർവഹിച്ചതും ഈ നടിയായിരുന്നു.